ഇവിടെ പല ടൈപ്പിലുള്ള LCD ഡിസ്പ്ലേകൾ കാണാം. ഇത് നമുക്ക് ഏത് കാറിൽ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. പഴയ കാറായാലും പുതിയ കാറിലൊക്കെ ഫിറ്റ് ചെയ്യുക. ഇവിടെ കാണുന്നതൊക്കെ ബെൻസിൻ്റെയും അതേപോലെ ടെസ്ല ഇത്തരം വാഹനങ്ങളിലൊക്കെ കണ്ടുവരുന്ന വലിയ ടൈപ്പ് ഡിസ്പ്ലേകളാണ് ഇവിടെ കാണാം. ഈ കാണുന്ന ഡിസ്പ്ലേ ബെൻസിലൊക്കെ വരുന്നതായിട്ട് ഡിസ്പ്ലേ കേട്ടോ. നല്ല വലുപ്പത്തിലുണ്ട്, നല്ല ഫിനിഷിങ്ങും അതേപോലെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ദുബായിലെ മാർക്കറ്റ് എന്നുള്ള വീഡിയോ കേട്ടത്. ഇവിടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,000 ഇന്ത്യൻ റുപ്പി മുതൽ 15,000 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ അപ്പുറം 4 ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ 360 ഡിഗ്രി എന്നുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്യാമറ നമുക്ക് വാഹനത്തിൻ്റെ 4 ഭാഗത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതുമൂലം നമുക്ക് 360 ഡിഗ്രി നമ്മളെ വാഹനത്തിന് ചുറ്റുമുള്ള വ്യൂ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അപ്പോൾ BMW, ബെൻസ് അത്തരം വാഹനങ്ങളിലൊക്കെ ഈ ഒരു ഫംഗ്ഷൻ കമ്പനി തന്നെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മളെ ഈ സാധാരണ വാഹനത്തിലൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പല രൂപത്തിലുള്ള പല ഡിസൈനിങ്ങിലുള്ള ഒരുപാട് ഡിസ്പ്ലേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വലിയ വയർ കണക്റ്റഡ് ആണ്. നമുക്ക് ഈ ഒരു ഇതിലെന്തൊക്കെ ഫംഗ്ഷൻസ് ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം അക്സറീസ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ വാങ്ങിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ വയർ ചൂടാവാനും അതേപോലെ അതിൻ്റെ ബോർഡ് ചൂടാവാനും വയറിങ് ചൂടാവാനും അതേപോലെ തീപിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഫ്യൂസും അതേപോലെ നല്ല റിലേയൊക്കെ കൊടുത്തിട്ട് വേണം ഇത്തരം ഡിസ്പ്ലേയിലേക്ക് പവർ സപ്ലൈ ചെയ്യാൻ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യൻ എവിടെന്നെങ്കിലും വയർ വലിച്ച് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീപിടിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇത്തരത്തിലുള്ള വലിയ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ AC ഒക്കെ ഓണാക്കിയിട്ട് ഓടിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ബോർഡും സർക്യൂട്ടൊക്കെ പെട്ടെന്ന് ചൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇതിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ബാറ്ററി ഡ്രെയിനായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചില വാഹനങ്ങൾക്ക് ഇത്തരം ഡിവൈസ് വോൾട്ടേജ് കൺസ്യൂം ചെയ്തിട്ട് ബാറ്ററി ഡ്രെയിനായി പോകുന്ന പ്രശ്നം വരുന്നുണ്ട്.